ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ACC. ആദ്യം തന്നെ ACC എന്താണെന്ന് വെച്ചാൽ പറഞ്ഞുതരാം. ACC എന്ന് പറഞ്ഞാൽ അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസ്. അതായത് ഇന്ത്യയിലെ CA പോലെ ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ഒരു കോഴ്സാണ് ACCA. ACCA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180+ കൺട്രീസിൽ ACCAക്ക് വാല്യൂ ഉണ്ട്. ഓക്കെ, അതാണ് ആദ്യം പറയുന്നത്. ഞാൻ ACCയെ പറ്റി നിങ്ങൾക്ക് ഒരു ബ്രീഫായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. എനിക്കറിയുന്ന കാര്യങ്ങളും പിന്നെ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകുന്ന കാര്യങ്ങൾ, അത് ഞാൻ പറഞ്ഞുതരാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആർ ആസ്ക്ഡ്, അതിനെപ്പറ്റി പറഞ്ഞുതരാം. ഞാൻ ആദ്യം എന്തൊക്കെയോ കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നത് പറഞ്ഞുതരാം. ഫസ്റ്റ് തിങ്, വാട്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആർ ആസ്ക്ഡ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉണ്ടാകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യാൻ ആൻ ആവറേജ് സ്റ്റുഡൻറ്റ് പാസ് ദിസ് എക്സാം. തേർഡ് ക്വസ്റ്റ്യൻ പറ്റിയിട്ടാണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉണ്ടാവുക ഫീസിനെ പറ്റി, അങ്ങനത്തെ പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പിന്നെ ഞാൻ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്വസ്റ്റ്യൻസ്, ഏതൊക്കെ കോഴ്സ് പഠിച്ചവർക്ക് എന്തൊക്കെ എക്സാമിഷൻസ് ഉണ്ടാകുന്നുള്ളത്, പിന്നെ ACCA മെമ്പർ ആവാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അത് പറയുന്നുണ്ട് ഈ വീഡിയോയിൽ. എങ്ങനെ രജിസ്റ്റർ ചെയ്യണം എന്നുള്ളത് പറയും. എക്സാംസിന് സ്ട്രാറ്റജി, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. 10 ക്വസ്റ്റ്യനുള്ള ആൻസർ. വാട്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആർ ആസ്ക്ഡ്. ACCA എന്ന് പറയുന്നത് ഫുൾ തിയറി അല്ല, ഫുൾ പ്രാക്ടിക്കലും അല്ല, നമുക്ക് മിക്സാണ്. ഓരോ പേപ്പറിനും ഓരോ സ്വഭാവമാണ്. കാരണം നമ്മൾ ഓഡിറ്റ് പഠിക്കുന്നുണ്ട്, ടാക്സ് പഠിക്കുന്നുണ്ട്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പഠിക്കുന്നുണ്ട്, അങ്ങനെ നമ്മൾ വെറൈറ്റി സംഭവങ്ങളാണ് പഠിക്കുന്നത്. അപ്പോൾ ചില പേപ്പേഴ്സ് തിയറി മാത്രമായിരിക്കും, ചിലത് പ്രോബ്ലം മാത്രമായിരിക്കും. പ്രോബ്ലം പേപ്പറിൽ തന്നെ തിയറിയും പ്രോബ്ലം രണ്ടും മിക്സായിട്ട് ചോദിക്കും. അപ്പം നിങ്ങൾ തിയറി മാത്രം ഫോക്കസ് ചെയ്തിട്ട് കാര്യമില്ല, പ്രാക്ടിക്കൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ രണ്ടും മിക്സായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റും. നമുക്ക് ACCA എക്സാം എന്ന് പറയുന്നത് 100 മാർക്സിനാണ്. 50 കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ പാസ് ചെയ്യും. അത് ഏത് പേപ്പറാണെങ്കിലും, നോളജ് ആണെങ്കിലും സ്കില്ലാണെങ്കിലും പ്രൊഫഷൻ, അത് പറഞ്ഞുതരാം വേണ്ടിയിട്ട്. അതിന് ACCക്ക് 3 ലെവലുണ്ട്: നോളജ്, സ്കില്ല്, പ്രൊഫഷണൽ. അങ്ങനെ 3 പേപ്പറായാലും 100ൽ ഒരു 50 കിട്ടിക്കണം. ഇനി സെക്ഷൻ A, B, C അങ്ങനെ 3 കാറ്റഗറി ആയിട്ടുണ്ടാവാം. സെക്ഷൻ Aയിൽ നമുക്ക് ക്വസ്റ്റ്യൻസിൽ ഓപ്ഷൻസ് ഉണ്ടാവും. ആ ഓപ്ഷൻസ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടി വരും. അത് ഒരു ഓപ്ഷൻ മാത്രം ക്ലിക്ക് ചെയ്യേണ്ടി വരും. സെക്ഷൻ B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആൻസർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും, ഒരു 1 വേർഡ് ആൻസർ പോലെ. പിന്നെ സെക്ഷൻ Bയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ അവർ ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും, അതിൽ 2 എണ്ണം സെലക്ട് ചെയ്യേണ്ടി വരും. ഒന്ന് നമുക്ക് ഷുവർ ആയിരിക്കും, പക്ഷെ മറ്റൊന്ന് ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും. അതിലാണ് നിങ്ങൾ മാർക്ക് ഇട്ടിട്ടുള്ളത്. ആൻഡ് സെക്ഷൻ C നോളജ് ലെവൽ പേപ്പേഴ്സിന് സെക്ഷൻ C ഇല്ല. സ്കിൽ ലെവൽ തൊട്ടാണ് സെക്ഷൻ C വരുന്നത്. സെക്ഷൻ Cയിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് മീൻസ് നമ്മളെ സെക്ഷൻ Cയിൽ നമ്മളതായ വ്യൂസും നമ്മളെ പോയിൻറ്റും അങ്ങനെ നമ്മുടേതായ ഒരു ഇതാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുകൊണ്ട് നമ്മുടെ ടൈപ്പിംഗ് സ്പീഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇംഗ്ലീഷിൻ്റെ വൊക്കാബുലറി, പങ്ക്ച്വേഷൻസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും. ഒരു മിനിമം ഇംഗ്ലീഷ് ഉണ്ടായാൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യും. ആവറേജ് സ്റ്റുഡൻറ്റ് പാസ് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റും. പഠിച്ചു കഴിഞ്ഞാൽ, ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾക്കിത് വേണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നാൽ പറ്റും. പിന്നെ ACCA പേപ്പേഴ്സ്. ഇനി ACCA പേപ്പേഴ്സ് ഏതെല്ലാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ACCAക്ക് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഫസ്റ്റ് നോളജ് ലെവലുണ്ട്, സ്കിൽ ലെവലുണ്ട്, പ്രൊഫഷണൽ ലെവലുണ്ട്. നോളജ് ലെവലിൽ 4 പേപ്പേഴ്സാണ്. 4 പേപ്പേഴ്സ് എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അനുസരിച്ചിട്ട് അവർ 4 എന്നാണ് പറയുന്നത്. പക്ഷേ ACCA പ്ലാറ്റ്ഫോമിൽ 3 ഉള്ളൂ. ലോ, അതായത് കോർപ്പറേറ്റ് ലോ പഠിക്കുന്നുണ്ട് നമ്മൾ, അത് സ്കിൽ ലെവൽ പേപ്പറായിട്ടാണ് ACCA പ്ലാറ്റ്ഫോമിലുള്ളത്. പിന്നെ ബാക്കിയുള്ളത് 5 പേപ്പേഴ്സ് നമുക്ക് സ്കിൽ ലെവൽ പേപ്പേഴ്സാണ്. ആൻഡ് ബാക്കി ഒരു 4 പേപ്പേഴ്സ് ഉണ്ട്. ആ 4 പേപ്പേഴ്സിൽ 2 പേപ്പേഴ്സ് നമുക്ക് ഓപ്ഷനല്ല. അതായത് 4 പേപ്പേഴ്സിൽ ഏതെങ്കിലും 2 എഴുതാം. ബാക്കി 2 എണ്ണം സാധാരണ എക്സാംസ് പോലെ തന്നെ നമ്മൾ എഴുതേണ്ടി വരും. അങ്ങനെയാണ് നോളജ്, സ്കില്ല്, പ്രൊഫഷണൽ ലെവൽസ് എന്ന് പറയുന്നത്. അങ്ങനെ മൊത്തത്തിൽ 13 പേപ്പേഴ്സ്. ACCAക്ക് എൻ്റർ ചെയ്യാൻ വാട്ട് ആർ ദ ക്വാളിഫിക്കേഷൻസ് നീഡഡ് നോക്കണം. അങ്ങനെ ACCA പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻസ് ഒന്നുമില്ല. നമ്മൾ 10th പാസ്സാവണം, അതാണ് ആകെ പറയുന്നത്. +2 പാസ്സാവണമെന്നൊന്നുമില്ല. 10th
ACCA ഫീസ് എന്ന് പറയുന്നത് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അനുസരിച്ചിരിക്കും. അതിൽ തന്നെ ഓൺലൈനിലാണെങ്കിൽ വേറെ പൈസ, ഓഫ്ലൈൻ ആണെങ്കിൽ വേറെ പൈസ. പിന്നെ നിങ്ങൾ ചിലവർ പേപ്പർ വൈസ് എടുക്കുന്നവരുണ്ടാവും. അത് ചില പേപ്പർ ചില ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ചില പേപ്പർ അങ്ങനെ എടുക്കുന്നവർക്ക് ഡിഫറെൻ്റ് ആയിരിക്കും. അങ്ങനെ ഇന്ന ഫീസ് എന്ന് പറയാൻ പറ്റില്ല. അതിന് രജിസ്ട്രേഷൻ നിങ്ങൾക്കൊരു ഫീസാവും. പിന്നെ സെക്കൻഡ് ഫീസ് എന്ന് പറയുന്നത് നമുക്കൊരു ആനുവൽ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ACCAക്കായിട്ട് നമ്മളൊരു ഫണ്ട് കൊടുക്കുന്നുണ്ട്. അത് അറൗണ്ട് ഒരു 15K എല്ലാ കൊല്ലവും കൊടുക്കേണ്ടി വരും. നമ്മളൊരു ACCA മെമ്പർ ആയി കഴിഞ്ഞിട്ടാകുമ്പോൾ ആ ഫീസ് പിന്നെയും കൂടും. നമ്മളിപ്പോൾ സ്റ്റുഡൻറ്റ് എന്ന നിലയിലാണ് ഒരു 15K, അതും ഡോളറിലേക്കുള്ള കൺവേർഷൻ വെച്ചിട്ട് നമുക്കത് വ്യത്യാസം വരും. 15 അങ്ങോട്ടും എക്സാം ഫീസ് ഭയങ്കര ക്രൂഷ്യലാണ്. നമുക്ക് ഓരോ പേപ്പറിനും ഓരോ ടെസ്റ്റ് തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം ഫീസാണ്. എക്സാം ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ പേപ്പറിനും ഓരോ ഫീസാണ്. ലൈക്ക് നമ്മൾ നോളജ് ലെവൽ പേപ്പേഴ്സിനൊക്കെ അറൗണ്ട് ഒരു 10K 15K അങ്ങനെയാവും. പിന്നെ സ്കിൽ ലെവൽ പേപ്പർ ആകുമ്പോൾ ഒരു 15 തൊട്ട് അങ്ങോട്ട്. അത് ഓരോ സ്ഥലത്ത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസിനനുസരിച്ചിരിക്കും. നിങ്ങൾ ഏത് CBE പ്ലാറ്റ്ഫോമാണ് എടുക്കുന്നത് അതിനനുസരിച്ചിരിക്കും. ആൻഡ് പ്രൊഫഷണൽ ലെവൽ പേപ്പേഴ്സ് എല്ലാം ആകുമ്പോൾ ഫീസ് ഭയങ്കര കൂടുതൽ. നല്ല ഡോളേഴ്സിൽ അവർക്ക് ചെറിയ പൈസ, പക്ഷെ നമുക്ക് കൺവേർട്ട് ചെയ്ത് വരുമ്പോൾ ഒരു ഹ്യൂജ് എമൗണ്ടാണ്. നമുക്കൊരു 25K അങ്ങനെയൊക്കെ ആവും പ്രൊഫഷണൽ പേപ്പർ ഒരിക്കൽ എഴുതാൻ. അപ്പോൾ അഥവാ നമ്മൾ പൊട്ടിക്കഴിഞ്ഞാൽ ഇതേ പൈസ പിന്നെ അടച്ചിട്ട് നമ്മൾ വീണ്ടും എക്സാം എടുക്കേണ്ടി വരും. സോ മണി ഈസ് ക്രൂഷ്യൽ. എക്സാംഷൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ് ഡിപ്പെൻസ്. നിങ്ങൾ ഏത് കോഴ്സാണോ പഠിച്ചത് അതിനനുസരിച്ച് നിങ്ങൾക്ക് എക്സാംഷൻസ് കിട്ടും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ എക്സാംഷൻസിനെ പറ്റിയിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് 6 പേപ്പേഴ്സ് എക്സാംഷൻ കിട്ടും, 9 പേപ്പേഴ്സ് എക്സാംഷൻ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടംപോലെ കോഴ്സസ് ഉണ്ട്. BVOC, BCom + ACCA. BCom + ACCAക്ക് 6 പേപ്പേഴ്സ് എക്സാംഷൻസ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ പ്രശ്നം വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 9 പേപ്പേഴ്സിൽ എക്സാംഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രൊഫഷണൽ ലെവലിലാണ് ആദ്യമായിട്ട് ഒരു ACCA എക്സാം എഴുതാൻ പോകുന്നത്. ആ ടൈമിൽ ഒരു ACCAൻ്റെ അതായത് ഭയങ്കര ഗ്ലോബലി ഇൻ്റർനാഷണൽ ലെവൽ കോഴ്സ്, പ്രൊഫഷണൽ കോഴ്സ് നിങ്ങൾ ഫസ്റ്റ് ടൈം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതും ഒരു 25K മുടക്കിയിട്ട് എഴുതുന്ന എക്സാമിന് ഭയങ്കര, അതായത് മടിയ മല ചുമക്കുന്നുള്ള സംഭവം വരും. അതായത് ഒരു ഹ്യൂജ് ബേർഡൻ പോലെ നമുക്ക് തോന്നും. അപ്പം ഞാൻ എക്സാംഷൻസ് എടുത്ത് ACCA ചെയ്യാൻ പൊതുവേ അങ്ങനെയാണ് പറയുന്നത്. പിന്നെ നമ്മൾ മാത്രമേ ഡെഡിക്കേറ്റഡ് അല്ലാതെങ്കിൽ ACCA മെമ്പർ ആവാൻ എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് വേണം? ഫസ്റ്റ് നിങ്ങൾ 13 പേപ്പേഴ്സ് എക്സാംസ് പാസ്സാവണം. സെക്കൻഡ് തിങ്, 3 ഇയർ വർക്ക് എക്സ്പീരിയൻസ്, 3 ഇയർ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് വേണം. ആൻഡ് പ്രൊഫഷണൽ മൊഡ്യൂൾ അങ്ങനെ ഒരു ഇതുണ്ട്, അത് കംപ്ലീറ്റ് ആക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ACCA മെമ്പർ ആയി. പറയുന്നത് നമുക്ക് ACCA സ്കില്ലൊക്കെ എത്തുമ്പോൾ 2 പേപ്പർ ഒരുമിച്ച് എഴുതാം. നോളജിലും നമ്മൾ പഠിച്ചെടുക്കുന്ന പോലെയാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിൽ എക്സാം എഴുതാം. നമുക്ക് ഇന്ന് എക്സാം എഴുതുന്നുണ്ടെങ്കിൽ ഇന്ന് ഫീസ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് എക്സാം എഴുതാം. CBE പ്ലാറ്റ്ഫോം നമ്മൾ ബുക്ക് ചെയ്യണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷേ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് എഴുതാം. സ്കിൽ ലെവൽ എക്സാം ജൂണിലൊരു എക്സാം, സെപ്റ്റംബറിലൊരു എക്സാം, ഡിസംബറിലൊരു എക്സാം, അങ്ങനെ അവർ പറയുന്ന ഡേറ്റിലായിരിക്കും എക്സാം എഴുതേണ്ടി വരിക. സ്കിൽ ലെവൽ പേപ്പേഴ്സും പ്രൊഫഷണൽ ലെവൽ പേപ്പേഴ്സും നിങ്ങൾക്ക് 2 പേപ്പർ ഒരുമിച്ച് എഴുതാം. അതങ്ങനെ വേഗം തീർക്കണം ആഗ്രഹമുള്ളവർക്ക് അങ്ങനെയൊക്കെ ചെയ്ത് തീർക്കാം. അങ്ങനെ ചെയ്ത് തീർക്കുന്നവരും ഉണ്ട്. പക്ഷേ ഇത്ര ഫ്ലെക്സിബിളായ സ്ഥിതിക്ക് വില പഠിച്ച് പോയാൽ പോയി. ഡിപ്പെൻഡിങ് ഓൺ യു. 2 to 3 ഇയേഴ്സാണ്. 2 to 3 ഇയേഴ്സിൽ തീരുന്നവരെല്ലാം വളരെ ചുരുക്കമാണ്. നമുക്ക് ഓരോരുത്തരെ കപ്പാസിറ്റി രജിസ്ട്രേഷൻ ഓൺലൈനാണ്. നമ്മളെല്ലാ സംഭവങ്ങളും ഓൺലൈനിലൂടെയാണ്. നമുക്ക് ACCAൻ്റെ സ്റ്റഡി ഹബ്ബ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ട് ACCAൻ്റെ തന്നെ. അതിൽ നമുക്ക് സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടാവും, മോക്ക് എക്സാംസ് ഉണ്ടാവും, പ്രീവിയസ് ഇയർ എക്സാംസ് ഉണ്ടാവും, ക്വിസ് ഉണ്ടാവും, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അങ്ങനെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം റെഡി ആവും. നമുക്ക് പഠിക്കാനുള്ള സ്റ്റഡി മെറ്റീരിയലിൽ തന്നെ ഓരോ സബ് ഹെഡിങ്സ് ആയിട്ട് ഏത് പോർഷൻസാണോ വേണ്ടത് അത് മാത്രം നോക്കാനുള്ള, സെർച്ച് ചെയ്ത് കിട്ടാനുള്ള വഴിയാണ്. സാലറി പാക്കേജ് ക്രോം അനുസരിച്ച്, ഗൂഗിൾ ക്രോം അനുസരിച്ചിട്ട് സാലറി പാക്കേജ് 4 to 8 lakh ആണ്. പക്ഷേ റിയാലിറ്റി അത്ര കിട്ടുമോ എനിക്കറിയില്ല ശരിക്കും. ഒരു 1 to 2, 3 അതൊക്കെ നല്ല
ഒക്കെ കിട്ടും. അത് ഫാക്കൽറ്റി ആയി കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു 4 to 8 എന്ന് പറയുന്നത് ഒരു ആവറേജ് സ്റ്റാറ്റിസ്റ്റിക്സ്. നമ്മളെ കഴിവ് പ്രകടിപ്പിക്കുന്നതിനനുസരിച്ചുള്ള ജോലി കിട്ടും. ആരും നിങ്ങൾ ACC നിങ്ങൾ ACC അപ്പം നിങ്ങൾക്ക് ജോലി തരാം അങ്ങനെയില്ല. ഇഷ്ടംപോലെ ACC മെമ്പേഴ്സ് ഉണ്ട്, ഇഷ്ടംപോലെ ക്വാളിഫിക്കേഷൻസ് ഉള്ള ആൾക്കാരുണ്ട്. അപ്പം നിങ്ങളുടെ സ്കില്ലനുസരിച്ചിട്ടാണ് നിങ്ങൾക്കുള്ള ജോബ് കിട്ടുക. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സാലറി പാക്കേജൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്താൽ മാത്രം നിങ്ങൾക്ക് ഇന്നത്തെ കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾ 8 lakh സാലറി വേണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം വർക്ക് ചെയ്യേണ്ടി വരും, അത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആവേണ്ടി വരും. അങ്ങനെ എക്സാംസ് എല്ലാം CBE അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻസ് ആണ്. നമ്മൾ കമ്പ്യൂട്ടറിലായിരിക്കും എക്സാം എഴുതേണ്ടി വരിക. എല്ലാം ഓൺലൈനിൽ തന്നെയാണ്. നമുക്ക് പേപ്പർ ബേസ്ഡ് എക്സാംസ് ഇല്ല, എല്ലാം കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. അപ്പം നിങ്ങൾ ടൈപ്പിംഗ് സ്പീഡ്, അപ്പം നിങ്ങൾ ഇപ്പോഴൊക്കെ കേട്ടത്തിരിക്കും നിങ്ങൾക്ക് ഏകദേശമായിട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ ACCA ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ടൈപ്പിംഗ് സ്പീഡാക്കി തുടങ്ങിക്കോ. കമ്പ്യൂട്ടറുമായിട്ട് എക്സൽ സ്പ്രെഡ്ഷീറ്റുമായിട്ട് അതിൽ കുറേ ഷോർട്ട് കട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളായിട്ടെല്ലാം ഒന്ന് പരിചയമായിട്ട് വെച്ചോ. അതൊക്കെ എന്തായാലും നിങ്ങൾ ഹെൽപ്പ് ചെയ്യും. ACCA ജേർണിയിൽ അതൊക്കെ എന്തായാലും ആവശ്യമുണ്ട്. പിന്നെ ACCAക്ക് നിങ്ങൾക്ക് എന്തായാലും ഒരു ലാപ്ടോപ്പ് നിർബന്ധമാണ്. നമുക്ക് എന്തായാലും ലാപ്ടോപ്പിലാണ് പറ്റില്ല. എക്സാംസൊക്കെ ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെല്ലാം എക്സാമിന് ചെയ്യാൻ വേണ്ടി ലാപ്ടോപ്പ് വേണ്ടി വരും. എക്സാംസിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തായാലും ലാപ്ടോപ്പ് വേണ്ടി വരും. അത്രയൊക്കെ ഉള്ളൂ. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഒന്നെങ്കിൽ റിപ്ലൈ തരാം, അല്ലെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ തന്നെ ചെയ്യാം. ബാക്കിയുള്ളവർക്കും കൂടി ഇൻട്രസ്റ്റഡ് ആയ ഒരു കാര്യമാണെങ്കിൽ അത് ഞാൻ ഷുവറായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും.